വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എന്നെ ഹെമയാലിയ സ്നേഹനിധികളായ സഹോദരി സഹോദരന്മാരെ, പ്രിയമുള്ള ദൃശ്യമാധ്യമങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ പൂക്കൾ. ഇന്നലെ ഈ സമ്മേളനം നടക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് തന്നെ വിജയ ഗവൺമെൻറ് ഒരാദരവ് പത്മഭൂഷൺ നിങ്ങളെല്ലാം ടി വിയിലെല്ലാം കണ്ടു. അപ്പോൾ ഇതിന് മുമ്പിൽ തന്നെ അത് പ്രസിദ്ധിച്ചുകൊണ്ട് എനിക്ക് കിട്ടിയ അവാർഡ്, ഒരു ബാഡ്ജ്, ഒരു സർട്ടിഫിക്കറ്റ്. ആ ബാഡ്ജ് അടങ്ങിയ ഘടകമാണ് ഗുരു സമർപ്പിച്ചത്. മറ്റൊന്ന് നമ്മുടെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു പേടകം ആണ് പറ്റുന്നത്. ഇത് രണ്ടും ഞാൻ ഗുരുവിൻ്റെ വാദത്തിൽ നിങ്ങളെ സാക്ഷിയാക്കി സവിനയം സമർപ്പിക്കുകയാണ്. ഇത് എനിക്ക് കിട്ടിയ അവാർഡല്ല, ഞാൻ ചെയ്ത പ്രവൃത്തി എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ രംഗത്തും ശിക്ഷാർത്തികൾക്ക് വേണ്ടി കേരളത്തിൽ ദാരിദ്ര്യരഹിതരായുള്ള പാവപ്പെട്ട സ്ത്രീകളെ സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും സാംസ്കാരികമായും ഉയർത്തുവാൻ വേണ്ടി പ്രവർത്തിച്ച മൈക്രോ ഫൈനാൻസ് പദ്ധതിയുടെ വിജയവും മാത്രമല്ല, ഇതിനൊന്നും ആലോചിക്കണം. 75,000 കുടുംബ യൂണിറ്റാണ് നമുക്കുള്ളത്. ഈ 75,000 യൂണിറ്റിലൂടെ 1,000 കോടി രൂപ നമുക്കിപ്പോൾ കൊടുക്കാൻ സാധിച്ചു, ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ സംഘടനയായാലും അതോടൊപ്പം തന്നെ സഹകരിച്ച ആ രീതികളെ പറ്റി എല്ലാം അറിഞ്ഞും കേട്ടും പഠിച്ചും ഞാൻ അറിയാതെ എനിക്ക് ലഭിച്ച ഈ ഔദാര്യം അതിൻ്റെ ഗവൺമെൻറ് അംഗീകരിച്ച ഇന്ത്യ ഗവൺമെൻറ് അനുവദിച്ചു തന്ന ഈ പദവി ഞാൻ എനിക്കുള്ളതല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഉണ്ട്. ഞാൻ അതിൽ പ്രകടനം മാത്രമായിരുന്നു. സംഘടിപ്പിക്കാനും വന്നു, മൈക്രോ ഫൈനാൻസ് ഉണ്ടാകാൻ വന്നു, വിദ്യാഭ്യാസ മേഖല തകർന്ന് നരിപ്പണമാക്കി റിസീവർ ഭരണത്തിൽ കിടക്കുമ്പോൾ ഭാഗ്യവീ നിലയം പോലുള്ള നമ്മുടെ സ്ഥാപനങ്ങളെല്ലാം ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്ത് A1 ഗ്രേഡ് വരെ നല്ല ഗ്രേഡ് വാങ്ങിച്ചുയർത്തി വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചുവെങ്കിൽ അതിൻ്റെ പിന്നിലെ ശക്തി നിങ്ങളുടെ പ്രയത്നമോ നിങ്ങളുടെ പിൻബലോ ഒന്നുകൊണ്ട് മാത്രമാണ്. ഇത് ലഭിക്കാതിരുന്നുവെങ്കിൽ എന്നെക്കൊണ്ട് എന്ത് ചെയ്യാനാകും? ഞാൻ വെറും സീറോയാണ്. നിങ്ങളെല്ലാം ജന്മത്തിലാണ് ഞാൻ ഹീറോ ആയത്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രവർത്തകരെ, ഞാൻ ഒരുപാടുകൾ സമർപ്പിച്ച കേന്ദ്ര ഗവൺമെൻറ് എന്ന അംഗീകാരം സമുദായത്തിന് നൽകിയ ഒരു അംഗീകാരമായി കണക്കാക്കി അത് സദയം സ്വീകരിക്കണമെന്നും ഞാൻ ആദ്യം അപേക്ഷിക്കുന്നു. ഒരുപാട് അവാർഡുകൾ എനിക്ക് കിട്ടാറുണ്ട്. ഈ അവാർഡ് കിട്ടുന്നതിന് തൊട്ട് മുമ്പും എന്തെല്ലാം ആഘോഷമാണുള്ളതെന്ന് ചർച്ചക്കാരും ചാനലുകാരും അതിൻ്റെ ശോഭയെടുത്തുവാൻ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് എന്തെല്ലാം നടന്നുകൊണ്ടാണ്. കൊടുക്കാതിരിക്കാൻ കേസ് തരണമെന്നും വന്ന് ഞാൻ നടന്നിട്ടില്ല. കിട്ടുമെന്നും പറഞ്ഞ് ആരോടും ശുപാർശ ചെയ്തില്ല. പക്ഷേ കേസ് കൊടുത്തതും ഇനിയൊന്നും ആലോചിക്കണം.
CDPO പ്രവർത്തനങ്ങൾക്ക് മാത്രം വരെ ഈ കേസുകൾ, ബാക്കിയുള്ളൊരു അവാർഡ് കൊടുക്കുന്നതൊന്നുമില്ലല്ലോ. മാത്രമല്ല ചർച്ച നമ്മളാരും പ്രതീക്ഷിക്കാത്ത ചാനലുകാരും വരെ 2 ദിവസം അടിച്ച് പാപ്പിടിച്ചിട്ട് ഇതിൻ്റെ ശോഭ എടുത്തുവാണ്. എന്നിട്ടും അതായിരിക്കും ആ ശോഭ എടുത്താനുള്ള ശ്രമത്തിൻ്റെ ഒരു വെല്ലുവിളി ആയിരിക്കാം ഇത്ര ആയിരക്കണക്കിന് ആളുകളെ ഞാൻ വന്നപ്പോൾ സ്വീകരിക്കാൻ ഈ ചാനൽ ചർച്ച നടത്തുമ്പോൾ ഇവർ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതൊന്നും ശ്രമിക്കാതെ ഏകപക്ഷീയമായി ഗോളടിച്ചുകൊണ്ട് എന്നെ ചീത്തയാക്കാൻ എന്താണ് എന്ന് സത്യമെന്നൊരു ഒരു പഠനം നടത്താൻ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ഇവരെല്ലാം പച്ചക്കള്ളം വൈകുന്നേരം വന്ന് ഇരുന്ന് ഏകപക്ഷമായി അവരുടെ ചാനലുകാരുടെ താല്പര്യവും മനസ്സും അനുസരിച്ച് പറയുന്നവരെ ഇരുത്തിക്കൊണ്ട് പറയുകയാണ്. പക്ഷെ ഇതെല്ലാം എത്ര കൊല്ലമായി ഞാൻ വന്ന കാലം തൊട്ട് വീട്ട് പണി തുടങ്ങിയതാണ്. ഈ പണിയാണ് എന്നെ ഈ പണിയിലേക്ക് ഉയർത്തുന്നത്. കാരണം ഓരോ പണി തരുമ്പോഴും ഒരു ഇരട്ട ശക്തിയായി പ്രവർത്തിക്കാനുള്ള ആവേശവും ഊർജവും എനിക്കുണ്ടാകുകയാണ്. കാരണം സത്യം വിട്ടും നീതി വിട്ടും ധർമ്മം വിട്ടും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങളുടെ താല്പര്യം, പൊതുജനങ്ങളുടെ താല്പര്യം, സമുദായങ്ങളുടെ താല്പര്യം, നിങ്ങളുടെ താല്പര്യമാണ് എൻ്റെ താല്പര്യം. ആ താല്പര്യം നിലനിർത്തിക്കൊണ്ട് 30 കൊല്ലം നിങ്ങളോടൊപ്പം സഞ്ചരിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ചു. ഈ ചർച്ചകളെല്ലാം നിർത്തുമ്പോൾ ചാനലെല്ലാം മുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം. ഇതാണ് 7000 പേർ ചാനലുകളില്ലേ, 7000 പേർ ചാനലുകളിൽ ഇന്നുള്ള ഈ നേതൃത്വത്തെ എതിർത്ത് അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം 10 ശാഖയെ കൊണ്ട് ചർച്ച ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടോ? വേണ്ട. 150 യൂണിയൻ, ഒരു 5 യൂണിയനെ കൊണ്ടുവന്ന് ഇവിടെ മുൻനിർത്തിക്കൊണ്ട് എന്നെ എതിർക്കാൻ, ഇന്നത്തെ ഭരണത്തെ എതിർത്ത് പറയാൻ ഒരു കാര്യം സാക്ഷ്യം വേണം. ഇത് ആരാ പറയുന്നത്? സംഘടന എന്ന് പോയവരെ, അല്ലെങ്കിൽ ഈ സംഘടന കൊള്ളാത്തവരെ, അല്ലെങ്കിൽ കൊള്ളരായ്മ കാണിച്ചിട്ട് പേര് പുറത്തു പോയില്ലേ, അതിൽപ്പെട്ട ഒറ്റപ്പെട്ട 3-4 പേരെ തേറ്റിപ്പിടിച്ച് സ്ഥിരം ചാനൽ എതിർക്കുക. ഈ ഒരു ദുരവസ്ഥ ഈഴവ സമുദായത്തിനല്ലാതെ വേറെ സമുദായത്തിനുണ്ട്. നമ്മുടെ വളർച്ചയെ താർക്കാൻ എപ്പോഴും വരുന്നതിന് സ്വന്തം സമുദായത്തിലെ കൊലകുത്തിയത് തന്നെയാണ്. ഇതെല്ലാം നാം മനസ്സിലാക്കി നമുക്ക് ഉയരണം, വളരണം. ഈ രാജ്യത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും വിരോധവുമില്ല, വിധേയത്വമില്ല. നമുക്ക് അർഹതപ്പെട്ട കിട്ടണമെന്ന് പറയുമ്പോൾ ഉള്ള ജാതിയായി, മറ്റുള്ളവർ എന്തും മാറി എടുത്താൽ അതെല്ലാം ന്യായമായി. അങ്ങനെ ഈ രാജ്യത്ത് സാമൂഹികതയും എന്ന് പറഞ്ഞാൽ ജനസംഖ്യ ആനുപാതികമായി രാഷ്ട്രീയ അധികാരം വേണം, വിദ്യാഭ്യാസ സ്ഥാപനം വേണം, സാമ്പത്തിക നീതി ലഭിക്കണം. ഇത് ലഭിക്കാതെ വരുന്ന സമുദായമുണ്ടെങ്കിൽ നീളം സമുദായമായി മാറുന്നു. ഈ കുറവ് പലയിടത്തുനിന്നും പറയുമ്പോൾ ഞാൻ ന്യായം പറയുന്നവനും മറ്റുള്ളവർ നീതി പറയുന്നവനുമായി വ്യാഖ്യാനം. എനിക്കൊരു മുസ്ലിങ്ങളോട് കിട്ടുന്നതല്ല. ഇതിനെതിരായി ഒരു പെറ്റീഷൻ അവിടെ രാഷ്ട്രപതിയോട് എത്തിരിക്കുക എനിക്ക് തരുന്നതിന്. ഞങ്ങൾ പെറ്റീഷൻ്റെ ചെയർമാൻ അവിടുത്തെ അദ്ദേഹത്തിനോട് പറയും, മലപ്പുറത്ത് ഒരാൾ കേട്ടില്ല, അതിനൊന്നും പെറ്റീഷൻ തന്നിട്ടുണ്ടെന്ന് പറയും. എന്തിനല്ല ഉപയോഗിക്കുന്നു എൻ്റെ സമുദായത്തെ വിളിക്കുന്നു. ഇവിടെയുള്ള ഒരുപാട് കേസ് കൊടുക്കുന്നു. അങ്ങനെ ഒരുപാട് പേര് ഇതിനെപ്പുറത്തും ഒരുപാട് ഒരാളാണ് ഇങ്ങനെ സ്ഥിരത്തിൽ നടക്കുന്ന ചില ആളുകളുണ്ട്. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടും എനിക്ക് തന്നില്ലേ, ഇത് കണക്കാക്കുമെങ്കിലും ഈ പണി അവസാനിപ്പിക്കും. ഞാൻ ഒരു ശല്യത്തിലും വരുന്നില്ല. ഞാൻ എൻ്റെ സമുദായ പ്രവർത്തനത്തുമായി മുമ്പോട്ട് പോകുമ്പോഴും ഒരു സമുദായത്തിനോട് വെല്ലുവിളിക്കാനോ അവരാരും ഉപദ്രവിക്കാനോ ഞാൻ തയ്യാറാണ്. പക്ഷെ ഞങ്ങൾക്ക് കിട്ടേണ്ടത് തന്നില്ല എങ്കിൽ അത് പറഞ്ഞാൽ ജാതിയാകുമോ? അത് പറഞ്ഞാൽ ജാതിയാണെന്ന് പറഞ്ഞ് വിശേഷിക്കുകയും മറ്റുള്ളവരെല്ലാം വാരിക്കോരി കൊടുത്തതിൻ്റെ കണക്ക് അവതരിപ്പിക്കുമ്പോൾ അത് നീതിയാണെന്ന് പറയുകയും, അതോടൊപ്പം തന്നെ ഞാൻ മലപ്പുറത്തേക്ക് ഒരു മുസ്ലിം സഹോദരൻ ആക്ഷേപിച്ചിട്ടില്ല. ലീഗ് കാണിച്ച വിവേചനങ്ങൾ ഞാൻ പറഞ്ഞത്, ആ ലീഗ് കാണിച്ച വിവേചനത്തെ കണക്ക് പറഞ്ഞതാണ് അവതരിപ്പിച്ചു. മലപ്പുറത്തൊരു കുട്ടിപ്പള്ളിക്കുടം പോലും നമുക്കില്ല.
ഇതൊക്കെ ഞാൻ പറയണ്ടേ? ഞാൻ ആരോട് പറയാനാണ്? അത് പറഞ്ഞപ്പോൾ മലപ്പുറത്തുള്ള മുസ്ലിങ്ങളെ, ലോകത്തുള്ള മുസ്ലിങ്ങളെ എല്ലാം ഞാൻ അടച്ചാക്ഷേപിച്ചു എന്ന് പ്രചരണം നടത്തി. അതിനെല്ലാം മീഡിയകൾ കൂട്ടുനിന്ന് എന്നെ ഒരു മുസ്ലിം വിരോധിയാക്കി ലോകമെമ്പാടും പ്രചരിപ്പിച്ചു. ഇരിക്കട്ടെ, ഞാൻ അവർക്ക് എൻ്റെ ചോര വേണമെങ്കിൽ, രക്തം വേണമെങ്കിൽ കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. എന്നാലും ജാതിയുടെ പേരിൽ നീതി നഷ്ടപ്പെട്ട സമുദായമാണ്. ജാതിയുടെ പേരിൽ നീതി നഷ്ടപ്പെട്ട ഈ സമുദായം, അതിൻ്റെ പേരിലാണ് SNDP ഉണ്ടായത്. അതുകൊണ്ട് ഇനിയും ഞാൻ ജാതി പറയും. ജാതി പറയാൻ ഞാൻ നിർബന്ധിതരാണ്. ജാതിയുടെ പേരിൽ നീതി നഷ്ടപ്പെട്ട SNDP തുടർന്നും ജാതി പറയും. എന്തിനു വേണ്ടി? ജാതി ഇല്ലാതാകാനാണ്, ഈ രാജ്യത്ത് സാമൂഹ്യ നീതി നേടാനാണ്. അത് തുടർന്നും ശക്തമായി നമ്മൾ പുറത്തുനിന്ന് അത് മുമ്പോട്ട് പോകണം. നിങ്ങൾ 4 ഇനി 3 ദിവസങ്ങളിൽ ക്യാമ്പാണ് ഇവിടെ ബാംഗ്ലൂർ. SNDP യോഗത്തിൻ്റെ കേരളത്തിൽ ലോകത്തുള്ള എല്ലാ യൂണിയൻ്റെയും പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, വൈസ് പ്രസിഡന്റുമാർ, ഡയറക്ടർ ബോർഡ് മെമ്പർമാർ, ഓഷൽ സംഘടനയിൽപ്പെട്ട നേതാക്കന്മാർ ഉൾപ്പെടെ ബാംഗ്ലൂരിൽ നടത്തുന്ന ത്രിതല സമ്മേളനിക്കേണ്ടതാണ് നിങ്ങൾ പറയുന്നത്. നാളെ വരേണ്ട ആളുകളാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാം വരേണ്ട ആളുകളെല്ലാം തന്നെ അവിടെ വന്ന് ഭാവി പ്രവർത്തനത്തെ പറ്റിയും പരിപാടികളെ പറ്റി ചർച്ച ചെയ്തുകൊണ്ട് അനാവശ്യമായി നമ്മളെ ഉപദ്രവിക്കുന്ന, അതെല്ലാം വിമർശിക്കുന്ന രാഷ്ട്രീയക്കാർ അതേ നയത്തിൽ എങ്ങനെ നേരിടണമെന്ന് ചിന്തിക്കാനും പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കണം. ഈ നല്ല നേരത്ത് ആരെ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. പറയാനാണ് പലരെ പറ്റിയും പറയാനുണ്ട്. പറയാത്തതെന്താ വെച്ചാൽ എൻ്റെ മാലിന്യമുണ്ടാകും. എനിക്ക് രാഷ്ട്രീയ മോഹമില്ല. ഞാനൊരു പാർട്ടിയുടെ മാലിന്യ ചൂടല്ല. ഒരു പാർട്ടിനെ വളർത്താനോ തളർത്താനോ ഞാനില്ല. ഈ സാമൂഹ്യ സത്യങ്ങൾ പറയുമ്പോൾ എന്നെ എന്നും തേജോവധം ചെയ്യാൻ നടക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ആരായാലും അവർ എതിർക്കാനും SNDP യോഗം നേതാക്കന്മാർ പറയുന്നത് മാത്രം പൊക്കി പിടിച്ചുകൊണ്ട് സമുദായത്തെ വ്യക്തിഹത്യ നടത്താൻ നടക്കുന്ന ഏത് രാഷ്ട്രീയ നേതാവായാലും അവരെ പ്രതികരിക്കുകയും അവരെ പ്രതിഷേധിക്കുകയും അവരോട് പ്രതികരിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മൾ കല്ലും മണ്ണുമല്ല, പ്രതികരണ ശേഷിയുള്ള സമുദായമാണ്. അങ്ങനെ പ്രതികരിച്ചുകൊണ്ടാണ് നമ്മളിവിടെ വരച്ചത്. ഇവിടെ പ്രതികരിക്കാതെ ഇവിടെ എല്ലാം ചവിട്ടും തൊഴിയും കൊണ്ടുകൊണ്ട് അവരെ അടിയാന്മാരെ കഴിയേണ്ടവരില്ല. നമ്മൾ ഈ രാജ്യത്തിൻ്റെ ഉടമകളാണ്. ആ ഉടമകളെ അടിമകളാക്കി കൊണ്ടുപോകാനുള്ള രാഷ്ട്രീയ ചിന്തകളുമായി വരുന്ന രാഷ്ട്രീയക്കാരെ ചോദ്യം ചെയ്ത് ഈ രാഷ്ട്രീയ അധികാരം ഈ അധസ്ഥിത വർഗത്തിലും അർഹതപ്പെട്ടവരുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംഘടനയെ ജ്യേഷ്ഠ ശക്തിയോടുകൂടി പ്രവർത്തിച്ച് മുമ്പോട്ട് പോകാനുള്ള എല്ലാ പിന്തുണയും ശക്തിയും നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും തന്നു ഇത് വളർത്തി ഉയർത്തുവാൻ നിങ്ങൾ സഹായിക്കണമേ എന്ന് ഞാൻ അപേക്ഷിച്ചുകൊണ്ട് താൻ നിർത്തുന്നു. കാരണം എത്രയോ ആളുകളാണ് കഷ്ടപ്പെട്ട അവിടുന്ന് ഇവിടുന്നതായിട്ട് സൈഡിലും മുകളിലും എല്ലാമായിട്ട് ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ ഒത്തുകൂടിയിരുന്നു. ഗംഭീരമായ ഒരു സാന്നിധ്യം എന്നെ ഈ വരവേൽപ്പിക്കാൻ വേണ്ടി നിങ്ങൾ സംഘടിക്കുകയും വരികയായി ചെയ്യാനുള്ള മനസ്സിലാണിച്ചു, സ്വീകരിക്കാനുള്ള മനസ്സിലാണിച്ചു. ഈ വലിയ മനസ്സ് ഞാൻ എത്ര കണ്ട് പറഞ്ഞാലും എനിക്ക് സംതൃപ്തി പോയില്ല. എൻ്റെ ഹൃദയത്തിൽ തൊട്ട് നിങ്ങൾ ഓരോരുത്തരോടും എന്നെ നന്ദിയോടെ